ഒരു മനുഷ്യൻ ഒരു ദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ നടത്തുന്നു എന്നുള്ളത് എനിക്കൊന്ന് കാണിച്ചു തരണമേ. അന്ന് രാത്രിയിൽ ആ മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയായിരുന്നു. ആ സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടത് ഇങ്ങനെയായിരുന്നു: ഒരു കടൽ തീരത്തുകൂടെ ഈ മനുഷ്യൻ നടക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ചു ദൂരം നടന്നു പോയി തിരികെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കാൽപ്പാടുകൾ ആ കടൽക്കരയിലുള്ള മണലിൽ പതിഞ്ഞിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം, ഈ കാൽപ്പാടുകൾക്ക് കൂടെ തന്നെ മറ്റ് 2 കാൽപ്പാടുകൾ കൂടെ കാണുന്നു. ഈ മനുഷ്യൻ എല്ലായിടത്തും നോക്കി, ആരെയും കാണുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ, ഞാൻ ഒറ്റയ്ക്കാണ് നടന്നു വന്നത്, എൻ്റെ കാൽപ്പാടുകൾക്കൊപ്പം വേറെ ആരോ നടന്നതുപോലെ തോന്നുന്നു, ആരാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തിരിച്ച് മറുപടി പറഞ്ഞു, മകനെ, നിനക്ക് വലിയ സന്തോഷമുണ്ടായിരുന്ന സമയമായിരുന്നു അത്. ആ സന്തോഷ സമയങ്ങളിൽ നിന്നോടൊപ്പം അദൃശ്യനായിട്ട് ഞാനായിരുന്നു നടന്നിരുന്നത്. നീ അതറിഞ്ഞില്ല, പക്ഷേ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസവും ഇദ്ദേഹം വൈകുന്നേരം പ്രാർത്ഥിക്കുകയുണ്ടായി, ദൈവമേ, ഇന്നും രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ നല്ല ദർശനങ്ങളെ എനിക്ക് കാണിച്ചു തരണമേ. അന്നും രാത്രി ഈ മനുഷ്യൻ ഉറങ്ങുകയായിരുന്നു. ആ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും സ്വപ്നം കാണുകയാണ്. അദ്ദേഹം ഇതുപോലെ വീണ്ടും കടൽക്കരയിലൂടെ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ വേദനകൾ വരുന്നു, പ്രയാസങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, രോഗങ്ങൾ വരുന്നു. കുറച്ചു ദൂരം പോയി തലേദിവസം കണ്ടതുപോലെ ആണോ എന്ന് അറിയുവാൻ വേണ്ടി ഈ മനുഷ്യൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ 2 കാൽപ്പാടുകൾ മാത്രമേ കാണുന്നുള്ളൂ. തലേദിവസം കണ്ട സ്വപ്നത്തിൽ മറ്റൊരു മനുഷ്യൻ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് കാണാനില്ല. ഈ വേദനയുടെ മധ്യത്തിൽ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കി. ആ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇന്നലെ എൻ്റെ സന്തോഷ നിമിഷങ്ങളിൽ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് പ്രയാസങ്ങൾ വന്നപ്പോൾ, എനിക്ക് പ്രതികൂലങ്ങൾ വന്നപ്പോൾ, രോഗങ്ങൾ വന്നപ്പോൾ അങ്ങൻ്റെ കൂടെ ഇല്ലാതെ അങ്ങ് മാറിപ്പോയല്ലോ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആദ്യ സമയത്ത് ദൈവം അവനോട് മറുപടി പറഞ്ഞു, മകനെ, ഇന്നലെ നീ കണ്ടത് നിൻ്റെ സന്തോഷ നാളുകളിൽ നിന്നോടൊപ്പം നടക്കുന്ന എൻ്റെ കാൽപ്പാടുകളായിരുന്നു നീ കണ്ടത്. എന്നാൽ ഇന്ന് നീ കണ്ടത് നിൻ്റെ വേദനകളുടെ അനുഭവങ്ങളായിരുന്നു. ആ വേദനയുടെ അനുഭവത്തിൽ നീ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ വേദന നിന്നെക്കൊണ്ട് ചിലപ്പോൾ താങ്ങാൻ കഴിയുകയില്ല, ഈ പ്രയാസങ്ങൾ നിന്നെക്കൊണ്ട് വഹിക്കുവാൻ കഴിയുകയില്ല, ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ നിനക്കൊറ്റയ്ക്ക് ഈ ഭാരങ്ങളും ചുമന്നുകൊണ്ട് പോകുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ നിന്നെ താങ്ങിയിരുന്നു. അതുകൊണ്ട് നീയല്ല നടന്നത്, ഞാൻ നിന്നെ എൻ്റെ തോളിലേറ്റി നടക്കുകയായിരുന്നു. ആ സമയത്ത് നീ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാൽപ്പാടുകൾ അത് നിൻ്റെ കാൽപ്പാടുകളല്ല, എൻ്റെ കാൽപ്പാടുകളായിരുന്നു. നീ എൻ്റെ തോളിലായിരുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം, ഈ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം. കർത്താവ് പറഞ്ഞു, നിൻ്റെ ഭാരം എൻ്റെ മേൽ വച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ ദൈവം നമ്മുടെ കൂടെ എന്നുമുണ്ട്. ധൈര്യമായിരിക്കുക. ഗോഡ് ബ്ലെസ് യു.